എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിനടുത്ത് കല്ലേക്കാട് ഭാഗത്താണ് കേട്ടോ. ഈ കാണുന്ന സൂപ്പർ വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. കണ്ടില്ലേ, നല്ല വലിയ വാഹനങ്ങളൊക്കെ വരാൻ പറ്റിയ നല്ല വീതിയുള്ള ടാർ റോഡാണ്. സൂപ്പർ വീടാണ് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് പാലക്കാട് പൊന്നാനി ഹൈവേയിലേക്ക് വെറും 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് എത്തി. മൊത്തം ഈ വീട്ടിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് 10 കിലോമീറ്റർ കേട്ടോ. എല്ലാ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ. 5.5 സെൻറ്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റുമാണ് കേട്ടോ ഈ വീടുള്ളത്. വെള്ള സൗകര്യത്തിന് ബോർവെല്ലാണ്. 80 അടിയിൽ വെള്ളം കണ്ട് ഏരിയയാണ് കേട്ടോ. 300 അടി താഴ്ത്തിയിട്ടുമുണ്ട് ബോർവെല്ല്. മുറ്റമൊക്കെ നല്ല രീതിയിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കണ്ടില്ലേ, ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ചെറിയ രീതിയിലുള്ള പുൽത്തകിടി അങ്ങനെയുള്ള പൂച്ചെടികളൊക്കെ വെച്ച് നല്ല രീതിയിലാണ് ഈ വീടിൻ്റെ സെറ്റിങ്സ് കേട്ടോ. അത് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും. അതുപോലെ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് കേട്ടോ. നല്ല ഒരു കച്ചറയൊന്നുമില്ലാതെ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2-3 വാഹനങ്ങളൊക്കെ നിർത്തിയിടാനുള്ള നല്ല പാർക്കിംഗ് സ്പേസും ഉണ്ട്. വീടിൻ്റെ മുൻവശത്ത് കണ്ടില്ലേ, നല്ല രീതിയിലൊക്കെ ഒന്ന് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പുൽത്തകിടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും. ഇതാണ് ബോർവെല്ലിൻ്റെ ഭാഗം കേട്ടോ. അതിൻ്റെ തൊട്ട് പൂച്ചട്ടികളൊക്കെ വെച്ച് നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. മൊത്തം 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. അറ്റാച്ച്ഡാണ് 3ഉം. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്, ചെറിയ രീതിയിലൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ആദ്യം തന്നെ. ഫുള്ള് ഇഷ്ടിക കൊണ്ടാണ് ഇതിൻ്റെ കെട്ട് കേട്ടോ. നല്ല വർക്കുമാണ്. അതുപോലെ ഈ ഫ്രണ്ടിലെ ഡോറ് കട്ടിലൊക്കെ ഫുള്ള് തേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ്. എല്ലാ വർക്കും ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഫുള്ള് നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങൾ കൊണ്ടാണ് അതിൻ്റെ വർക്ക് കേട്ടോ. ഈ ഭാഗത്ത് കണ്ടില്ലേ, നല്ല വെൻറ്റിലേഷൻ, നല്ല എയർ പാസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. നിലവിലിപ്പോൾ എല്ലാ വർക്കും കഴിച്ച് നിർത്തിയിരിക്കണു. ഇതിലിപ്പോൾ റൂമുകളിലൊക്കെ ക്ലോസറ്റ് അതൊക്കെ വെക്കാണ്ട്, അതൊക്കെ വെച്ച് തരും കേട്ടോ. പിന്നെ വാഷ് ബേസിനും വെക്കാണ്ട്. ഇതിൻ്റെ അടുക്കളയാണിത്. ഇതൊരു ഓപ്പൺ കിച്ചണായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വാങ്ങുന്നവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പാർട്ടീഷൻ ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ടൈല് കണ്ടില്ലേ, ഒരു വുഡ് ഫിനിഷ് ടൈലാണ്. നമ്മുടെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുക്കളയിൽ നിന്ന് പിന്നെ ഈ ഗ്രില്ലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള പുറത്തേക്കുള്ള ഡോറാണിത് കേട്ടോ. അടുക്കളയുടെ പുറകുവശമാണ് ഈ കാണുന്നത്. അതുപോലെ പാലക്കാട് ടൗണിൽ നിന്നൊരു 7 കിലോമീറ്റർ മാറിയിട്ടും നമ്മുടെ വില്ല പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ വിളിക്കുക. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഫുള്ള് വൈറ്റ് കളർ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. റൂമുകളൊക്കെ ഒരു 15-10 റൂമുണ്ട് കേട്ടോ. സൈസ് നല്ല സൈസുള്ള റൂമുകളാണ്. എല്ലാ റൂമുകളിലും ഈ ജനലിൻ്റെ ഒക്കെ നല്ല സ്ലൈഡിങ് ടൈപ്പാണ് ഡോർ വെച്ചിട്ടുള്ളത്. 3 ബെഡ്റൂം ഉള്ളത്, 3ഉം അറ്റാച്ച്ഡാണ് കേട്ടോ. കണ്ടോ, നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ്. ഫുള്ള് ടൈൽസൊക്കെ നല്ല വീതിയുള്ള ടൈൽസാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് വാങ്ങുന്ന സമയത്ത് ഇതിൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. കാരണം അത് ഈ വർക്കേഴ്സൊക്കെ യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് വെക്കാഞ്ഞത്. നമ്മൾ വീട് വാങ്ങാൻ ഒരു ഉറപ്പ് കിട്ടിയാൽ അപ്പോൾ അത് വെച്ച് തരും. അത് മാത്രമേ ഇതിൽ ഇനി വർക്ക് ഫിനിഷിംഗ് ഉള്ളൂ. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഈ റൂം അതേ വലിപ്പമുള്ള തന്നെ കേട്ടോ. ആദ്യം കണ്ട റൂമിൻ്റെ അതേ വലിപ്പം തന്നെ. അതിൻ്റെ ബാത്റൂമും കണ്ടോ, സെയിം പാറ്റേണാണ്. എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫിറ്റിങ്സ് മാത്രമേ ഇനി ചെയ്യാറുള്ളൂ. 3 ബെഡ്റൂം ഉള്ളത്, 2 താഴത്തും 1 മുകളിലാണ് കേട്ടോ. നമ്മൾ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ലിവിങ് ഏരിയയിലേക്ക് ഡൈനിങ് സെക്ഷനിലേക്ക് എത്തി. അവിടുന്ന് സ്റ്റെയർ കേസൊക്കെ ഉണ്ടല്ലേ, നല്ല വുഡ് ഫിനിഷ് ടൈപ്പ് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നല്ല മരത്തിൻ്റെ മോഡൽ വർക്കാണ് അതിൻ്റെ. അതുപോലെ ഈ കൈവരിയൊക്കെ നല്ല കനം കൂടിയ സ്റ്റീലാണ് കേട്ടോ. കണ്ടോ, നല്ല കേജ് കൂടിയ സ്റ്റീലിൻ്റെ വർക്കാണ് ഈ കൈവരിയൊക്കെ. 60 ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനും വീടിനും കൂടെ ഇതിൻ്റെ ഓണർ വില പറയുന്നത് കേട്ടോ. കണ്ടോ, ചുറ്റും നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്. സ്ഥലത്തിന് തന്നെ ഇവിടെ ഒരു 4 ലക്ഷത്തിന് രൂപയുടെ അടുത്ത് വില ഉണ്ട് ഒരു സെൻറ്റിന്. പിന്നെ അങ്ങനെ നല്ലൊരു വീടും ഇല്ലേ, ഫുള്ള് പണി കഴിഞ്ഞാൽ 3 ബെഡ്റൂമുള്ള, അതും എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ്. എന്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഒരു പാവപ്പെട്ട വിലക്ക് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആർക്കും നഷ്ടമൊന്നുമില്ല. ഇന്നത്തെ കാലത്തൊക്കെ ഒരു വീട് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക്കുള്ള പണിയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒന്നും അറിയാതെ പുതിയ വീട് ഫ്രഷ് ആക്കിയിട്ട് കിട്ടുമല്ലേ.
ഇതാണ് മുകളിലെ റൂം. മുകളിലെ റൂമിൽ തന്നെ ഇതാണ് അറ്റാച്ച്ഡ്. നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെ താഴത്തെ പോലെ. പാലക്കാട് ടൗണിനടുത്ത് ഹൈവേക്ക് തൊട്ട് നല്ല എല്ലാ വർക്കും കഴിഞ്ഞ ഫുള്ള് ഫിനിഷിംഗ് ആയൊരു വീട്. ഇതാണ് ബാൽക്കണി കേട്ടോ. ബാൽക്കണിയിൽ നിന്നൊക്കെ ഉള്ള സീനറി ഉണ്ടല്ലേ, നല്ല വിശാലമായ ബാൽക്കണിയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട്. കണ്ടാ, നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്തുമാണ്. എന്നാൽ ടൗണിലും അല്ല, എന്നാൽ ടൗണിൽ നിന്ന് വിട്ടിട്ടുമാണ്. അങ്ങനെയൊക്കെ ബാൽക്കണിയുള്ള ബെഡ്റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും സ്റ്റെയർ കേസിൻ്റെ ഓപ്പൺ സ്പേസിലേക്ക് എത്തി. അവിടുന്ന് ഈ ഇരുമ്പിൻ്റെ ഡോറ്. ഈ ഇരുമ്പിൻ്റെ ഡോറൊക്കെ നല്ല സ്ട്രോങ് ആട്ടോ. ഓപ്പൺ ടെറസിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. ഓപ്പൺ ടെറസിൽ തന്നെ മുൻവശത്ത് ഒരു ചെറിയൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പുറകുവശമാണ്. ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീടാട്ടോ. നല്ലൊരു സ്ഥലത്തുമാണ് ഇത് നിൽക്കുന്നത്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത് നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.